Okay, so Realme യുടെ പുത്തൻ ഫോണായ Realme 8 Proന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, എൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും, എൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയനും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആണ് Realme 8 Proയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് Realme 8 Proൻ്റെ പാക്കേജിങ്. ഫോൺ ഒരു അപ്ഗ്രേഡ് ആണോ ഡൗൺഗ്രേഡ് ആണോ നമുക്ക് നോക്കാം. പക്ഷേ എന്തായാലും പാക്കേജിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരു അപ്ഗ്രേഡ് സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, സോ എനിവേ കൂടുതൽ വൈകുന്നില്ല, നമുക്കിത് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജർ ഉണ്ട്, ടൈപ്പ് സി ചാർജിങ് കേബിൾ, TPU കേസ്, യൂസർ മാനുവൽ, പിന്നെ ഒരു സിം ഇജക്ടഡ് പിൻ. സോ ഇതാണ് Realme 8 Pro. പറയാതിരിക്കാൻ വയ്യ, വളരെ ലൈറ്റ് വെയ്റ്റ് ഫോണാണ്. 176 gram ആണ് ഇതിൻ്റെ വെയ്റ്റ്. തിക്നെസ് 8.1 mm ആണ്. സോ തീർച്ചയായിട്ടും വളരെ ലൈറ്റ് വെയ്റ്റ് ഫോണാണ്. അതിനോടൊപ്പം തന്നെ 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് വൺ ഹാൻഡ് എക്സ്പീരിയൻസ്, കംപ്ലീറ്റ്ലി വൺ ഹാൻഡ് അല്ല, പക്ഷേ സ്റ്റിൽ ഇപ്പം വരുന്ന ഫോൺസിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ഹാൻഡ് എക്സ്പീരിയൻസ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്മൂത്ത് മാറ്റ് ഫിനിഷ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കോൺട്രവേർഷ്യൽ ഡെയർ ടു ലീപ്പ് ലോഗോവും വന്നിട്ടുണ്ട്. ഞാൻ പിന്നെയും പറയുന്നത് എനിക്കിത് ഇഷ്ടമല്ല. ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ റിയൽമിക്ക് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇട്ട് തന്നത്. എനിക്കിത് ഇഷ്ടമല്ല. ഇതില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ഇതിൻ്റെ ഒരു ബാക്ക് ലുക്ക്. ഒരു സ്ക്വയർ ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് കോട്ടിംഗ് അല്ലെങ്കിൽ IP റേറ്റിംഗ് ഒന്നും വരുന്നില്ല. നിങ്ങൾ ഇതുവരെ കണ്ട മിക്ക എല്ലാ അൺബോക്സിങ്ങിലും ബ്ലൂ വേരിയൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് വേരിയൻ്റ് ഓർഡർ ചെയ്തത്. സോ 3 കളേഴ്സ് ഉണ്ട്, ബ്ലാക്ക്, ബ്ലൂ, പിന്നെ ഒരു നിയോൺ കളർ ഉണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല, വരും, കമ്മിങ് സൂൺ ആണ്. നമുക്കിതിൻ്റെ TPU കേസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഡീസൻറ്റ് TPU കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാം കവർ ആവുന്നുണ്ട്. എഡ്ജും പിന്നെ നമ്മുടെ ക്യാമറ മോഡ്യൂളൊക്കെ നല്ല രീതിയിൽ കവർ ആവുന്നുണ്ട്. ഇവിടെ താഴെ ഫ്ലാപ്പും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള ഒരു TPU കേസാണ്. ഈ ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിയാൽ ടോപ്പിൽ വോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഫോണിൻ്റെ ബോട്ടം സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, മൈക്ക്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, പിന്നെ ഒരു ബോട്ടം ഫയറിംഗ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ ഉള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ചോദിക്കുകയാണെങ്കിൽ Gorilla Glass 5 എന്തായാലും ഇല്ല, മിക്കവാറും 3 അല്ലെങ്കിൽ 3+ ആയിരിക്കും. കാരണം Realme അതിനെക്കുറിച്ച് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. 60 ഹെർട്സിൻ്റെ നോർമൽ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. 411 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. ലെഫ്റ്റ് ടോപ്പിലാണ് പഞ്ച് ഹോൾ. 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. പക്ഷേ ഇത് സൺലൈറ്റ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. നോർമലി എനിക്ക് തോന്നുന്നു 800 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. പക്ഷേ പ്രാക്ടിക്കൽ യൂസിന് വേണ്ടി അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നോ ഇഷ്യൂസ്. പുറത്താണെങ്കിലും അകത്താണെങ്കിലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചർ ഉണ്ട്. അതിനോടൊപ്പം തന്നെ താഴത്തെ ചിഹ്നുണ്ടല്ലോ, ലേശം വലിയ ചിഹ്നാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ Realme 7 Proയിലും അത്യാവശ്യം നല്ല ചിഹ്നുണ്ടായിരുന്നു. ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. Realme 8 Pro റൈറ്റ് സൈഡിലാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ചിഹ്നിൻ്റെ വ്യത്യാസം അറിയാൻ കഴിയും. നല്ല കളർ ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ്. നോ ഇഷ്യൂസ് വിത്ത് ദ ഡിസ്പ്ലേ. പക്ഷേ HDR10ൻ്റെ സപ്പോർട്ട് ഇല്ല. Realme 7 Proയിൽ ഇല്ലായിരുന്നു. ഇത്തവണ അത് കൊടുക്കേണ്ടതായിരുന്നു, കാരണം കോമ്പറ്റീഷനിലൊക്കെ അത് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇല്ല. സോ HDR വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നല്ല ആണ്. 120 ഹെർട്സിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് Redmi Note 10 Pro Maxിലുള്ളത്. സോ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ എങ്കിലും കൊടുക്കേണ്ടതായിരുന്നു, വന്നിട്ടില്ല. പക്ഷേ ആ ഒരു റിഫ്രഷ് റേറ്റിൻ്റെ ഒരു സംഭവം എടുത്ത് മാറ്റുകയാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ് Realme 8 Pro. പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ഫോണാണ് Realme 7 Pro ആൻഡ് Realme 8 Pro. ഒരു വ്യത്യാസം പോലും ഇല്ല. ഈവൻ റാം സ്റ്റോറേജ് ടൈപ്പും എക്സാക്ട്ലി സെയിം ആണ്. സോ Qualcomm Snapdragon 720G ആണ് വരുന്നത്. 8mm ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. ടോപ്പ് ക്ലോക്ക് സ്പീഡ് 2.3 GHz ആണ്. GPU Adreno 618 ആണ്. 6GB 128GB 8GB 128GB ആണ്. 2 റാം സ്റ്റോറേജ് വേരിയൻസ്. LPDDR4X റാം ടൈപ്പ് ആണ്. UFS 2.1 ആണ് സ്റ്റോറേജ്. ഡെഡിക്കേറ്റഡ് ആയ SD കാർഡിൻ്റെ സ്ലോട്ടും വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ നോർമൽ പെർഫോമൻസിൽ ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനെ സ്റ്റക്കും ലാഗും ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ റിയൽമിയിൽ അങ്ങനെ അത്യാവശ്യം ആഡ്സ് ഒന്നും വരാറില്ല. ആഡ്സും റെക്കമെൻഡേഷൻസ് ഒക്കെ കുറവാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 11 ആണ് വിത്ത് Realme UI 2.0. Realme UI 2.0യിൽ ചില മാറ്റങ്ങളും ചില അപ്ഗ്രേഡ്സും ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയ ഇതിൻ്റെ ക്യാമറ നോക്കാം. സോ ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 108 മെഗാ പിക്സലിൻ്റെ സാംസങ്ങിൻ്റെ
HM2 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 9:1 പിക്സൽ ബിൽഡിംഗ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത്. ബാക്കി 3 ക്യാമറാസാണ് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, പിന്നെ ഒരു 2+2 കൊടുത്തിട്ടുണ്ട്. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. സെൽഫി ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ ആണ്. സോ ഇതിൻ്റെ ഒരു ഫോട്ടോ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡീസൻറ്റ് ഫോട്ടോ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കഴിയും. ഫോട്ടോയിലും വീഡിയോയിലും വരുന്ന കളേഴ്സ് നല്ല അത്യാവശ്യം നാച്ചുറൽ കളേഴ്സ് തന്നെയാണ്. അങ്ങനെ ഓവർ ബൂസ്റ്റഡ് അല്ലെങ്കിൽ ഓവർ സാച്ചുറേറ്റഡ് കളേഴ്സ് അല്ല. സോ അതൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. പിന്നെ 108 മെഗാ പിക്സലിൻ്റെ മോഡൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓബ്വിയസ്ലി 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറിൽ നിന്ന് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം ആ ഒരു വ്യത്യാസം ക്ലിയർ ആയിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. സോ സോഫ്റ്റ്നെസ് എന്തായാലും ഉണ്ടാവും, കാരണം സെൻസർ സൈസ് ചെറുതാണ്. പക്ഷേ കളർ ടോണിലും വ്യത്യാസം വരുന്നുണ്ട്. സോ നിങ്ങൾ ഈ 2 ഫോട്ടോസ് നോക്കിയാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് ഫോട്ടോ ആണ് നോർമൽ 12 മെഗാ പിക്സൽ ഫോട്ടോ, അല്ലെങ്കിൽ പ്രൈമറി സെൻസർ വെച്ചെടുത്ത ഫോട്ടോ ആണ്. സെക്കൻഡറി ഫോട്ടോയിൽ ഒരു അൾട്രാവൈഡ് ഫോട്ടോയിൽ ലേശം മെജൻറ്റ അല്ലെങ്കിൽ ഒരു റെഡിഷ് ഓറഞ്ചിഷ് ടോൺ കയറി വരുന്നുണ്ട്. റിയൽമി ഫോൺസിലുള്ള മാക്രോ ഫോട്ടോഗ്രാഫി നോർമലി വളരെ ആവറേജ് ആണ്. ഇതിൻ്റെ അകത്തും എക്സാക്ട്ലി സെയിം ആണ്. 2 മെഗാ പിക്സലിൻ്റെ ആണ് മാക്രോ ക്യാമറ അല്ലെങ്കിൽ മാക്രോ സെൻസർ കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഫോട്ടോസാണ്. അത്യാവശ്യം ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഗ്രെയിൻസും പിന്നെ കളർ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോസിൽ കളേഴ്സ് നല്ല രീതിയിൽ വരുന്നുണ്ട്. സ്കിൻ ടോൺസ് ഒക്കെ ഓക്കെ ആണ്. അങ്ങനെ ബൂസ്റ്റഡ് റെഡിഷ് ടോണൊന്നും വരുന്നില്ല സ്കിൻ ടോണിൽ. പോർട്രേറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. നോ ഇഷ്യൂസ് വിത്ത് ദ പോർട്രേറ്റ്. സെൽഫി ക്യാമറ എഗെയിൻ ഡീസൻ്റ് ആണ്. സെൽഫി ക്യാമറയുടെ പോർട്രേറ്റ് മോഡിൽ ലേശം എനിക്കൊരു അവിടെ ഇവിടെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു. മുടിയിലൊക്കെ അത്ര നല്ല രീതിയിൽ ആ ഒരു ബൊക്കെ വരുന്നില്ല. നോർമൽ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നോ ഇഷ്യൂസ്. സെൽഫി ക്യാമറ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആ ചെറിയൊരു വെളുപ്പിക്കലുണ്ട്. അത് റിയൽമിയുടെ പ്രോസസ്സിങ്ങിൽ എപ്പോഴും വരുന്നൊരു സംഭവമാണ്. ഒരു ചെറിയ വൈറ്റിഷ് ടോൺ സ്കിന്നിൽ ചെറിയൊരു വെളുപ്പിക്കൽ ഉണ്ടാവും. പക്ഷേ ഒരു ഇഷ്യൂ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഫോക്കസിങ്ങിൻ്റെ ഇഷ്യൂ ഫോട്ടോയിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും രണ്ടിലും ഉണ്ടായിരുന്നു. സോ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വെളിച്ചമുണ്ട്, നല്ല സീനറി ഉണ്ട്, നല്ല വെളിച്ചമുണ്ട്. പെട്ടെന്ന് എൻ്റെ കൈ ഞാൻ എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പം കയ്യിലേക്ക് അത് ഫോക്കസ് ചെയ്യുന്നില്ല. കണ്ടില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയ്യിലേക്ക് ഫോക്കസ് വരുന്നില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ടും കൈയും രണ്ടും ഷെയ്ഡിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വർക്കാവുന്നുണ്ട്. ഇനി ഫോട്ടോയിൽ ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡർ വഴി കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട് എൻ്റെ കയ്യിൽ, അത് ഞാൻ കാണിച്ചു തരാം. സോ ഈ ഫ്ലവറിലേക്ക്, ഈ പൂവിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യണം, പക്ഷേ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഓട്ടോ ഫോക്കസ് ആവുന്നില്ല. ടാപ്പ് ചെയ്താൽ മാത്രമേ ഫോക്കസ് ആവുന്നുള്ളൂ. സോ ഇത് മാത്രമല്ല, നോർമലി നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഫോക്കസ്, നമ്മളൊരു പൂന്തോട്ടത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു കുറേ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഗ്രാജുവൽ ഫോക്കസ് വരണം. പക്ഷേ അങ്ങനത്തെ ഒരു ഗ്രാജുവൽ ഫോക്കസ് ഞാൻ കണ്ടില്ല. സോ ഫോക്കസിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. സോ ബാറ്ററി 4500 mAh ബാറ്ററിയാണ്. ചാർജിങ് പവർ 50 വാട്ടിൻ്റെ ആണ്. പക്ഷേ ബോക്സിൽ 65 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 50 വാട്ടിലേക്ക് അവർ ലിമിറ്റ് ചെയ്തത് എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് ഐഡിയ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ആയിരിക്കും. പക്ഷേ എന്തായാലും 50 വാട്ടിൻ്റെ ചാർജിങ് അത്യാവശ്യം നല്ല ചാർജിങ് ആണ്. സോ 65 ആണെങ്കിലും 50 ആണെങ്കിലും അത്രയും വലിയ വ്യത്യാസം വരില്ല. ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ സിംഗിൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് മാത്രമാണ് വരുന്നത്. കൊടുത്തിരിക്കുന്ന സിംഗിൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ആ ഒരു ബാക്കിൽ വൈബ്രേഷൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ഇത്തവണ ആ ഇഷ്യൂ ഇല്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫാസ്റ്റാണ്, നല്ല സെക്യൂർ ആണ്. ഫേസ് അൺലോക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്. പിന്നെ ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരിയർ എഗ്രിഗേഷൻ്റെ ഫീച്ചർ ഉണ്ട്. വൈഫൈ കോളിംഗ് വരുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ട്. ഡ്യുവൽ വൈഫൈ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FM റേഡിയോ കിട്ടുന്നില്ല. വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട്. ക്യാമറ ടു API കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. സാർ വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. സോ ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫോൺ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ലൊരു ഓപ്ഷനാണ്. ബെസ്റ്റ് ഓപ്ഷൻ ആണോ? ഒരിക്കലും അല്ല, ബെസ്റ്റ് ഓപ്ഷൻ അല്ല. ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രീവിയസ് ഫോണായ Realme 7 Pro ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ Realme 7 Pro ആണ്. കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ Redmi Note 10 Pro Maxും ഒരു ബെറ്റർ ഓപ്ഷനാണ്. അറ്റ്ലീസ്റ്റ് സ്പെസിഫിക്കേഷൻ വൈസ് ബെറ്റർ ഓപ്ഷനാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പം നോർമലി കണ്ടുവരുന്ന മിക്ക എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ഉണ്ട്. അതിനോടൊപ്പം തന്നെ 720G പ്രോസസ്സർ വരുന്നുണ്ട്. നല്ല പ്രോസസ്സർ തന്നെയാണ് 720G. പഴയതാണ്, പക്ഷേ സ്റ്റിൽ നല്ല പെർഫോമിംഗ് പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നില്ല. സോ ഫോർ എക്സാമ്പിൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. അത് കൊടുക്കേണ്ടതായിരുന്നു, കാരണം Realme 7 Proയിൽ വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ Realme 7 Proയിൽ ഉണ്ടായിരുന്നു. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പം ചെറിയൊരു ഡൗൺ ഗ്രേഡ് ഉണ്ട്. പക്ഷേ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ വന്നിട്ടുണ്ട്.
അത് ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കരമായ ഒരു അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയ അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റിയൽമി 8 പ്രോയിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്, പക്ഷേ ദി ബെസ്റ്റ് ഓപ്ഷൻ അല്ല. സോ ഏറ്റവും മികച്ച ഓപ്ഷൻ അല്ല, പക്ഷെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസ്, എൻ്റെ ഒരു ഇൻഡെപ്ത് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.